ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സാൻഡ്വിച്ചിലും ബ്രൂ കോഫിയിലും തുടങ്ങിയാലോ? അതെ, നമുക്കൊരു ബ്രൂ കോഫി ഉണ്ടാക്കാം. രണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, സാഷ പാക്കറ്റാണ്, 2 രൂപയുടെ നാട്ടിൽ നിന്ന് മേടിച്ചാണ്. അത്രയും വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രൂ കോഫി പൊട്ടിച്ച് ഈ ഗ്ലാസ്സിലൊന്നിടാവേ. രാവിലെ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത്. ആ പാലുകുപ്പിൻ്റെ മണ്ടയ്ക്ക് ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പാക്കറ്റ്, ചൂട്ടത്തെ 2 പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഗ്ലാസ്സിലോട്ട് ഇടുന്നുണ്ടേ. ഇതിനിടയ്ക്ക് പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. നമുക്ക് ചെയ്തമില്ലാത്തൊരു ഉപകാരമല്ലേ, സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പാക്കറ്റും പൊട്ടിച്ചിടുവാണേ. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടു, പിന്നെ അടുത്ത പാക്കറ്റൂടെ പൊട്ടിച്ചിടുകയാണ്. എന്താ രേഷ്മ ഇത്ര താമസം, പെട്ടെന്ന് അങ്ങോട്ട് ഇട്. അങ്ങനെ 2 പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം ഉണ്ടല്ലോ, തിളച്ച വെള്ളം അതെടുത്ത് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. തിളച്ച് മറിയുന്ന വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. കാപ്പിപ്പൊടി കരയും, അയ്യോ ചൂടുവെള്ളം വേണേന്ന് പറഞ്ഞ് കരയുന്നു, കണ്ടില്ലേ, കേട്ടില്ലേ. അപ്പോൾ അതിനകത്തോട്ട് സ്പൂൺ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ബ്രൂ കോഫി നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് മറ്റൊരു സാധനം കിട്ടും, ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു സാധനം കിട്ടും മിക്സ് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു സാധനം ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. അത് വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് പതഞ്ഞ് നല്ലതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട പാലും കൂടെ ഒന്ന് തിളപ്പിക്കാം. ടൈം കൊണ്ട് പാലെടുത്ത് തിളക്കിയിട്ട് നമുക്ക് പോയിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മറ്റേ സാധനം എവിടെ ഞാൻ കണ്ടില്ല കേട്ടോ, അത് കാരണം ഞാൻ സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇടാം. മാക്സിമം ഒരു 30+ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈറ്റ് ഷുഗർ ഒഴിവാക്കുക. കോഫി അങ്ങനെയുള്ള പായസം അങ്ങനെയുള്ളത് വൈറ്റ് ഷുഗർ മാക്സിമം ഒഴിവാക്കുക കേട്ടോ, അത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ മിക്സ് ചെയ്തത് നമ്മളിതാ പാല് തിളച്ച് വന്ന പാലിനകത്തോട്ട് ഒഴിച്ച് അതോടെ മിക്സ് ചെയ്യുവാണേ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നിർത്തിയെടുക്കാം നമുക്കത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിലാണ് ഞാൻ മുന്നോട്ട് പോകണോ വേണ്ട എന്നിരിക്കുന്നത്, പ്ലീസ്. അപ്പോൾ അതിന് കറക്റ്റും ഞാൻ 1 സ്പൂൺ മധുരമേ ഇട്ടുള്ളൂ. അതെനിക്ക് ഓക്കെയാണ്, ഞാൻ മധുരം ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതിന് നമ്മൾക്ക് ബ്രൂ കോഫിക്കും മധുരമോട് ഇട്ടാലേ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും എടുത്താൽ നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. അടിച്ചിട്ട് പത വരണം. പത വന്നാലേ ചായക്കാണെങ്കിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എനിക്ക് ചിലർക്ക് പക്ഷേ പത ഇഷ്ടമല്ല തോന്നുന്നു, എനിക്ക് പക്ഷേ ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ചായ നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വേണം എടുക്കാൻ. അടിപൊളി ബ്രൂ കോഫിയാണ് കേട്ടോ. അപ്പോൾ ചായ ഞാൻ പറഞ്ഞേനെ, ചായൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രൂ കോഫി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രൂ കോഫിയും നമ്മുടെ ഏട്ടൻ്റെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ സാൻഡ്വിച്ച്, അവിടെ അതിൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ടല്ലേ, ആ സാൻഡ്വിച്ച് കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അത് ഫുള്ള് ഞാൻ കഴിക്കില്ല കേട്ടോ, ഹാഫേ കഴിക്കത്തുള്ളൂ. ഹാഫ് ഞാൻ ചേച്ചിക്ക് വെച്ചേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂ കോഫി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബ്രൂ കോഫി ആയിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഡയറക്റ്റ് അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടല്ല, ഇതോട്ട് ഈ ബ്രൂ കോഫി ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. എന്തായാലും അവിടെ കണ്ടില്ലേ, എൻ്റെ ഏട്ടൻ്റെ കലാവിരുതുകളാണ് ആ ഭിത്തിയിലുള്ളതെല്ലാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.